ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പറഞ്ഞ് എൻ്റെ സാധാരണ ഒരു ഡ്യൂട്ടിയുള്ള ദിവസം എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മോർണിംഗ് ഒരു 8:30 ഡ്യൂട്ടിക്ക് പോകേണ്ട സമയം എന്ന് പറയുന്നത് ഇന്ന് ഞാനൊരു 8:27 ആയപ്പോൾ ഇറങ്ങി. കാരണം ചില ദിവസങ്ങളിൽ ഞാൻ കാറിനാണ് പോകുന്നത്, പക്ഷേ ഇന്ന് പോകാൻ കാറ് നല്ല വൃത്തിയാക്കി കഴുകിയിട്ടുകൊണ്ട് അത് എടുക്കാനൊരു മടി. അപ്പോൾ ഞാൻ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് കമ്പനി ബസ്സിലാണ്. എൻ്റെ റൂമിൽ നിന്ന് ഒരു കൃത്യം 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കമ്പനി അക്കോമഡേഷൻ്റെ ഭാഗത്തേക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല രസമുള്ള പ്രാവുകളുടെ കാഴ്ച കണ്ട് നേരെ പോയത് ടേസ്റ്റി ബേ കഫറ്റീരിയാണ്. ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കഫറ്റീരിയാണ്. ഞാൻ ഡെയിലി അവിടെ നിന്ന് ചായയൊക്കെ കുടിക്കാറുണ്ട്. അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് നേരെ പോയത് കമ്പനി അക്കോമഡേഷനിലേക്കാണ്. എല്ലാവരും ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് റാഫി. ഇവൻ നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ ഞങ്ങളുടെ ബസ് വന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓടി തന്നെ ബസ്സിലേക്ക് ചെന്ന് കയറി. ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 20 to 25 മിനിറ്റ്സ് ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും ബസ്സിൽ കയറി. ഞാൻ ലാസ്റ്റാണ് കയറി. അപ്പോൾ യാസിനൊക്കെ ഒരു ഹായ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ സീറ്റിൽ പോയിരുന്നു. അവിടുന്ന് ബസ് എടുത്തു. അങ്ങനെ ഇരുന്ന് ചുറ്റും പുറം നോക്കിയപ്പോൾ എല്ലാവരും തന്നെ നല്ല ഉറക്കമാണ് രാവിലെ തന്നെ. പിന്നെ ഞാൻ കുറേ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഫസ്റ്റ് ഒരു സ്റ്റോറുണ്ട്. ആ സ്റ്റോറിൻ്റെ അവിടെ മക്കാനി മാൾ എത്തിയപ്പോൾ നമ്മുടെ റാഫിയും കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവിടെ ഇറങ്ങി. എനിക്ക് അവിടെ നിന്ന് ഒരു 10 മിനിറ്റോടെ പോകാനുണ്ട് നമ്മുടെ സ്റ്റോറിലേക്ക്. അങ്ങനെ നമ്മുടെ സ്റ്റോറിലെത്തി. ഓൾമോസ്റ്റ് ഒരു 9:20 to 9:25 ആയപ്പോഴത്തേനും ഞങ്ങൾ സ്റ്റോറിലെത്തി. അപ്പോൾ യാസിനൊക്കെ ഒരു യാത്രയൊക്കെ പറഞ്ഞിട്ട് നേരെ ഞാൻ സ്റ്റോർ ഓപ്പൺ ചെയ്യാനുള്ള പരിപാടിയായിട്ട് പോകുന്നു. ഇന്ന് കൂടുതലും ഗേൾസാണ് ടീമിലുള്ളത്. ബാക്കി 2 ബോയ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ മെഷീനറീസൊക്കെ ഓപ്പൺ ചെയ്യുന്ന കുറേ പരിപാടി തുടങ്ങി. ഇന്നും കൃത്യസമയത്ത് തന്നെ ഡെലിവറി വന്നു. പിന്നെ ഡെലിവറി റിസീവ് ചെയ്യാനുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിൻ്റെ പേപ്പറൊക്കെ എടുത്ത് റെഡി ആയിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ നൗഷാദൊക്കെ ഡെലിവറി ഇറക്കാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഒരു ഹായ് ഒക്കെ തന്ന് പുള്ളി ഭയങ്കര പോസൊക്കെ കാണിച്ചിട്ടാണ് ഡെലിവറി ഇറക്കാമെന്ന് പറഞ്ഞത്. കാരണം എൻ്റെ യൂട്യൂബിൽ വീഡിയോസൊക്കെ മൂപ്പര് കണ്ടിട്ടുണ്ട്. എൻ്റെ വലിയൊരു സബ്സ്ക്രൈബറുമാണ് മൂപ്പര്. നിങ്ങൾ ടോട്ടൽ 2 ട്രക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ റിസീവ് ചെയ്യണം. അപ്പോൾ കുറേ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒന്നും തെറ്റാൻ പാടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോക്കസിലായിരുന്നു. അതിനുശേഷം ഒരു 11 o'clock സ്റ്റോർ ഓപ്പൺ ആക്കിയ ശേഷം കുറേ തിരക്കുണ്ടായിരുന്നു. അതിനുശേഷം ഞാനൊരു പൈനാപ്പിൾ സ്റ്റിക്ക് ഒരു വെള്ളമൊക്കെ കുടിച്ചു. വേറെ ഒന്നും കഴിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. മാക്കിൻ്റെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കമ്പനി അലൗഡ് അല്ല. അടുത്ത ഷിഫ്റ്റ് വന്നപ്പോൾ അവർക്ക് ഹാൻഡ് ഓവർ കൊടുത്തിട്ട്